ഭാഗം 4. വന്നത് മിത്രമോ മരണമോ? ആ ഇരുണ്ട നിഴലിലേക്ക് നോക്കി ആദി ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ സിദ്ധാർത്ഥ്. ഘനഗംഭീരമായ ഒരു പുരുഷന്റെ സ്വരം അവിടെ മുഴങ്ങിക്കേട്ടു. ആദി അവന്റെ ഫോൺ ടോർച്ച് മുന്നിലേക്ക് അടിച്ചു തന്നെ നിന്നു. അവന്റെ മുൻപിലെ ആ ഇരുണ്ട രൂപം മുന്നിലേക്ക് വരുംതോറും ആദിക്ക് മനസ്സിലായി തന്റെ അതേ പ്രായത്തിലുള്ള ഒരാളാണതെന്ന്. ആ പയ്യന് കഴുത്തൊപ്പമുള്ള നീണ്ട ചുരുണ്ട മുടിയുണ്ടായിരുന്നു. അതുകൂടാതെ അവൻ വലിയ കണ്ണടയും ധരിച്ചിട്ടുണ്ട്. അവന്റെ കയ്യിൽ എന്തോ ഒരു ഉപകരണം ഉണ്ടായിരുന്നു. എന്തോ സെൻസർ പോലെയുള്ള എന്തിനെയോ കണ്ടുപിടിക്കുന്ന ഒരു ഉപകരണം. വാ, ഈ കൈ പിടിച്ചെഴുന്നേറ്റോ. അല്ല, താൻ എന്തിനാ മണ്ണിക്കിടക്കുന്നേ? സിദ്ധാർത്ഥ് ആദിക്ക് നേരെ കൈ നീട്ടിക്കൊണ്ട് ചോദിച്ചു. ആദ്യ ആ പയ്യന്റെ കൈ പിടിച്ചെഴുന്നേറ്റു. കയ്യിലും ഡ്രസ്സിലും പറ്റിപ്പിടിച്ചിരുന്ന മണ്ണെല്ലാം തൂത്തു കളഞ്ഞു അവൻ സിദ്ധാർത്ഥിനെ കൂർപ്പിച്ചു നോക്കി. അപ്പോഴും അയാളുടെ മുഖം അവന് വ്യക്തമായില്ല. ഞാൻ മണ്ണിൽ കിടന്നതൊന്നുമല്ല, ഇയാൾ വന്ന് എന്നെ പേടിപ്പിച്ചപ്പോ വീണുപോയതാ, ആദി ഗർവോടെ പറഞ്ഞു. ഞാൻ പേടിപ്പിച്ചെന്നോ? താൻ അത്രയ്ക്ക് പേടിത്തൊണ്ടനാണോ? സിദ്ധാർത്ഥ് ഉറക്കെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഇയാളെന്താ എന്നെ കളിയാക്കുവാണോ? ആദി ദേഷ്യത്തിൽ ചോദിച്ചുകൊണ്ട് സിദ്ധുവിന്റെ മുഖത്തേക്ക് ടോർച്ച് തെളിയിച്ചു. അവന്റെ മുഖം വ്യക്തമായി കണ്ടതും ആദി ഒന്ന് ആലോചിച്ചു. ഓർമ്മയിൽ ഒരു പഴയ മുഖം തെളിഞ്ഞതും ആദിയുടെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞു. നീ സിദ്ധു അല്ലേ? ആദി അതിശയത്തോടെ ചോദിച്ചു. ആദിയുടെ ചോദ്യം കേട്ടതും സിദ്ധു ആദിയെ മൊത്തത്തിലൊന്ന് നോക്കി. ആണല്ലോ, നീ ആദിത്യനല്ലേ? സിദ്ധു ചോദിക്കുന്നതിനൊപ്പം അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ആദിയും സിദ്ധുവും കളിക്കൂട്ടുകാരായിരുന്നു. ഏറെ കാലത്തിന് ശേഷം കണ്ടുമുട്ടിയ സന്തോഷത്തിലായിരുന്നു അവരിരുവരും. നീയാകെ മാറിപ്പോയല്ലോടാ. നീണ്ട മുടി, കണ്ണിലേക്കാൾ വലിയ വട്ടക്കണ്ണട, ഒരു ബുജി ലുക്കുണ്ടല്ലോ. ആദി സിദ്ധുവിന്റെ മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. നീയും മാറിയിട്ടുണ്ടല്ലോ. കാലം മാറുമ്പോൾ നമ്മളും മാറണം. കേട്ടിട്ടില്ലേ, നാടോടുമ്പോൾ നടുവേ ഓടണോന്ന്? പക്ഷെ ഇവിടെ മാത്രം അത് നടക്കില്ല. ഈ മുടിവിട്. എനിക്ക് താടിയും കൂടെ ഉണ്ടെങ്കിൽ നാട്ടുകാരെന്നെ കഞ്ചാവാക്കിയേനെ. അല്ല, അതൊക്കെ പോട്ടെ, പറ, നീ എപ്പോഴാ വന്നത്? എവിടെയാ താമസമൊക്കെ? സിദ്ധു ചോദിച്ചു. ഞാൻ ഇന്ന് എത്തിയതേ ഉള്ളൂ, 1-2 മണിക്കൂർ മുൻപ്. താമസം വേറെ എവിടെയാ? എനിക്കിവിടെ ഒരു തറവാടുള്ളപ്പോൾ. ഞാൻ മനയിലാണ് തങ്ങുന്നത്. പക്ഷെ നീ ഇതെന്താ ഈ തിങ്ങി നിറഞ്ഞ കാട്ടിൽ ചെയ്യുന്നത്? അതും ഈ പാതിരാത്രിയിൽ. പിന്നെ പ്രധാനമായിട്ട് നീ എന്തിനാ ഇങ്ങനെ മുടി നീട്ടി വളർത്തുന്നത്? നല്ല ബോറായിട്ടുണ്ട്. ഞാൻ കുറച്ചു മുമ്പ് നിന്നെ കണ്ട് വേറെ ആരോ ആണെന്ന് കരുതി, ആദി പറഞ്ഞു. ഒപ്പം ചിരിക്കുന്നുമുണ്ട്. അത് കേട്ട് സിദ്ധു ഒന്ന് മുഖം ചുളിച്ചു. നീ എന്താ പറഞ്ഞു വരുന്നത്? സിദ്ധു ഇത്തിരി ഗൗരവത്തിൽ ചോദിച്ചു. ആദ്യം നീ എന്റെ ചോദ്യത്തിന് ഉത്തരെന്താ? ഈ പാതിരാത്രിയിൽ ഇരുട്ടത്ത് നീ എന്താ ചെയ്യുന്നത്? എന്തോ ഒരു ഉടായ്പ മണക്കുന്നുണ്ടല്ലോ. സത്യം പറയും, നീ ഇവിടെ കൂടോത്രം ചെയ്യുമല്ലേ? ആദി ഗൗരവത്തോടെ സിദ്ധുവിനോട് ചോദിച്ചു. എടാ, ഇത് ഉടായ്പൊന്നും അല്ല. ഞാനിവിടെ എന്താണ് ചെയ്യുന്നതെന്ന് നിന്നോട് പറഞ്ഞാ നീ വിശ്വസിക്കില്ല. നീ എന്നെ കളിയാക്കി ചിരിക്കും. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാതിരിക്കുന്നതാണ് നല്ലത്. നിന്റെ സ്വഭാവം എനിക്ക് അറിയാവുന്നതല്ലേ? സിദ്ധു പറഞ്ഞു. അയ്യോ, ഇല്ലില്ല, സത്യമായി ഞാൻ ചിരിക്കില്ല. ഞാൻ വാക്ക് തരുന്നു. നീ പറ, ഇവിടെ എന്താണ് നീ ചെയ്യുന്നത്? ആദി സിദ്ധുവിന് ഉറപ്പ് കൊടുത്തു പറഞ്ഞു. ഞാനിവിടെ പ്രേതങ്ങളെ പിടിക്കുകയായിരുന്നു. സിദ്ധു പതുക്കെ പറഞ്ഞു. എന്താ നീ പറഞ്ഞത്? ആദി അവൻ എന്താണ് കേട്ടതെന്ന് ഉറപ്പില്ലാതെ വീണ്ടും ചോദിച്ചു. ഞാൻ പ്രേതങ്ങളെയൊക്കെ പിടിക്കുന്ന ആളാണെന്ന് സിദ്ധു ആദിയുടെ ചെവിയിൽ പറഞ്ഞു. സിദ്ധു പറഞ്ഞത് കേട്ട് ആദി ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. പക്ഷെ അപ്പോൾ അവിടം ആകെ പതിവില്ലാത്ത അത്ര ശക്തിയിൽ കാറ്റ് വീശി. അവിടെയുള്ള മരങ്ങൾ കാറ്റിൽ ആടിയുലഞ്ഞു. നിനക്ക് വട്ടാണല്ലേ? അതോ ശരിക്കും നീ കഞ്ചാവാണോ? നീ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ഒരു ഐഡിയ കിട്ടുന്നില്ല. ചെറുപ്പം മുതലുള്ള ഈ ശീലം ഇപ്പോൾ പോയിട്ടുണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. നീ ഇപ്പോഴും പ്രേതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? പ്രായം ഇത്രയായിട്ടും വളർന്നില്ലേ എന്റെ സിദ്ധു? ചിന്തിച്ചൂടെ നിനക്ക്? ഭുജി ലുക്ക് കണ്ട് നീ ബുദ്ധിജീവിയാണെന്ന് വിചാരിച്ച ഞാൻ ആരായി? ആദി ചിരി കടിച്ചു പിടിച്ചു പറഞ്ഞു. അപ്പോഴേക്കും കാറ്റടിക്കുന്നത് നിശ്ചലമായി. അത് കേട്ടതും സിദ്ധു അവനെ ദേഷ്യത്തിൽ നോക്കി. ആദിയുടെയും സിദ്ധുവിന്റെയും പുറകിലായി ഒരു നിഴൽ രൂപം നിൽക്കുന്നുണ്ടായിരുന്നു. അത് അവരിരുവരും കണ്ടിരുന്നില്ല. സിദ്ധുവിനെ കൂടാതെ ആ രൂപവും ആദിയെ ദേഷ്യത്തിൽ നോക്കി. ഇരുട്ടിൽ ആ രൂപത്തിന്റെ കണ്ണുകൾ തിളങ്ങുന്നുണ്ടായിരുന്നു.
ദേഷ്യം കൊണ്ട് ആ കണ്ണുകൾ രക്തവർണ്ണമായി. നീ ചിരിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ആദ്യമേ പറയാതിരുന്നത്. ഇതിപ്പോ ഞാൻ നിന്നോട് പറഞ്ഞത് അബദ്ധമായല്ലോ, സിദ്ധു പിണക്കത്തോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ആദിക്ക് കുറ്റബോധം തോന്നി തുടങ്ങി. സോറിടാ, വിട്ടുകളെ. അല്ല, നീ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? ജോലിയാണോ അതോ വെറുതെ ഇരിക്കുവാണോ? വിശേഷങ്ങൾ പറ. ആദി വിഷയം മാറ്റാൻ എന്ന വണ്ണം ചോദിച്ചു. ഞാൻ ഗുജറാത്തിൽ വർക്ക് ചെയ്യുകയാണ്. ഇപ്പൊ ലീവായിട്ട് നാട്ടിൽ വന്നു, സിദ്ധു പറഞ്ഞു. ഗുജറാത്തിലാണോ നീ വർക്ക് ചെയ്യുന്നത്? ഏത് കമ്പനിയിൽ? എന്ത് വർക്കാണ്? ആദി ചോദിച്ചു. നിന്നോടിപ്പോൾ പറഞ്ഞില്ലേ, അതെന്നെ, സിദ്ധു ശാന്തമായി പറഞ്ഞു. എന്നോടതിന് നീ പറഞ്ഞില്ലല്ലോ, ആദി സംശയത്തോടെ ചോദിച്ചു. ഗോസ്റ്റ് ഹണ്ടിങ്. ഞാനൊരു സർട്ടിഫൈഡ് പാരാനോർമൽ ആക്ടിവിറ്റി എക്സ്പേർട്ടാണ്. പ്രേതങ്ങളെ പിടിക്കലാണ് എന്റെ ജോലി. സിദ്ധു പറഞ്ഞത് കേട്ട് ആദിക്ക് വീണ്ടും ചിരിയടക്കാൻ കഴിഞ്ഞില്ല. അവൻ ചിരിച്ചുകൊണ്ടേയിരുന്നു. ഡാ, നീ എന്തിനാ ചിരിക്കുന്നത്? ആളുകൾക്കൊരു വിചാരമുണ്ട്, അവരെക്കാൾ ബുദ്ധിയുള്ളവരൊക്കെ ഭ്രാന്തന്മാരാണെന്ന്. പ്രേതങ്ങളെ കണ്ടെത്താൻ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ സർട്ടിഫൈഡ് പാരാനോർമൽ സൊസൈറ്റി ഉണ്ട്. അതിലെ ലീഡിംഗ് 10 പേരിൽ ഒരാളാണ് ഞാൻ, അല്പം നീരസത്തോടെ സിദ്ധു പറഞ്ഞു. ശരി ശരി, സമ്മതിച്ചു. പക്ഷെ നീ പറ, ഇന്ന് വരെ നീ ഏതെങ്കിലും പ്രേതങ്ങളെ കണ്ടുപിടിച്ചോ ഇല്ലയോ? ആദി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതൊക്കെ ഉണ്ട്, പ്രേതങ്ങളെയല്ല. പക്ഷെ ഞാൻ ഉടനെ ഒരു പ്രേതത്തെ കണ്ടെത്തും, സിദ്ധു ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. അതെങ്ങനെ? ആദി ചോദിച്ചു. ദേ ഇത് കണ്ടോ, ഇതിന്റെ സഹായത്തോടെ ഞാൻ ഒരു പ്രേതത്തിനെ പിടിക്കും മോനെ, കയ്യിലുള്ള ഉപകരണം കാണിച്ചുകൊണ്ട് സിദ്ധു പറഞ്ഞു. ഇതോ, ഇതെന്താണ്? ആദി ആശ്ചര്യത്തോടെ ചോദിച്ചു. ഒപ്പം ആ ഉപകരണം തൊട്ടു നോക്കുന്നുമുണ്ട്. ഇതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് മീറ്റർ, സിദ്ധു പറഞ്ഞു. അതിനിവിടെ എന്താ ഉപയോഗം? മനുഷ്യന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞതാ, ആദി വാശിയോടെ പറഞ്ഞു. ഒരു നിശ്ചിത സമയപരിധിയിൽ വൈദ്യുത കാന്തിക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം പരിശോധിക്കാൻ ഇത് ഉപയോഗിക്കുന്നു. ഇതിലൊരു പ്രത്യേകതരം സെൻസർ ഉണ്ട്. നമുക്ക് ചുറ്റും അദൃശ്യ ശക്തികൾ വല്ലതും ഉണ്ടെങ്കിൽ ഈ സെൻസർ റിങ് ചെയ്ത് നമ്മെ അറിയിക്കും, സിദ്ധു അഭിമാനത്തോടെ വിശദീകരിച്ചു. ആദ്യം അത് കേട്ട് ചിരിയോടെ എന്തോ പറയാൻ വന്നതും ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് മീറ്റർ റിങ് ചെയ്യാൻ തുടങ്ങി. എന്തു പറ്റി? എന്തുകൊണ്ടാണ് ഈ സാധനം ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത്? ആദ്യ ആശ്ചര്യത്തോടെ ചോദിച്ചു. സിദ്ധു ചുറ്റും സംശയത്തോടെ നോക്കി. നമുക്ക് ചുറ്റും എന്തോ ഉണ്ടെന്നതിന്റെ സൂചനയാണിത്, സിദ്ധു ആദിയോടെ പറഞ്ഞു. നീ ഒരു പ്രേതമാണ്? ആദി സിദ്ധുവിന്റെ കണ്ണിൽ ഉറ്റുനോക്കി ചോദിച്ചു. അതെ, സിദ്ധു പറഞ്ഞു. പെട്ടെന്ന് സിദ്ധുവിന്റെ പിന്നിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. സിദ്ധുവിന്റെ കയ്യിലിരുന്ന് ആ ഇലക്ട്രോണിക് മാഗ്നറ്റിക് ഫീൽഡ് മീറ്റർ തുടർച്ചയായി റിങ് ചെയ്തുകൊണ്ടേയിരുന്നു. അവരുടെ അടുത്ത് ആരോ ഉണ്ടെന്ന് അത് അപായ സൂചന നൽകിക്കൊണ്ടേയിരുന്നു. അതിന്റെ ശബ്ദം ഉച്ചത്തിലായി. അത് കണ്ടതും ആദി വേഗം സിദ്ധുവിനെ വിളിച്ചു. എടാ, ഇത് നീ വേഗം ഒന്ന് ഓഫ് ചെയ്ത് വെക്ക്. ഇനി ഇതിന്റെ ശബ്ദം കേട്ട് വല്ല കടുവയോ പുലിയോ പോലെ കാട്ടുമൃഗങ്ങൾ വന്നാൽ നമ്മൾ പെട്ടു. പിന്നെ പ്രേതമല്ല, അവരാണ് നമ്മളെ കൊല്ലുക, ആദി പറഞ്ഞു. അത് കേട്ട് സിദ്ധു ആദിയെ ദേഷ്യത്തിൽ നോക്കി. ആദി, നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും ഞാനിത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന്. എന്തെങ്കിലും അസ്വാഭാവികമായ ശക്തി അടുത്തുണ്ടെങ്കിൽ ഇത് താനേ റിങ് ചെയ്യും. എടാ, സത്യമായി നമുക്കടുത്ത് ആരോ ഉണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ റിങ് ചെയ്യുന്നത്. സിദ്ധു അത് പറഞ്ഞ് ആ ഉപകരണത്തിലെ ആരോ സൈൻ കാണിക്കുന്ന ദിശയിലേക്ക് യന്ത്രത്തെ തിരിച്ചു. യന്ത്രത്തിലെ സൗണ്ട് കൂടുന്നതനുസരിച്ച് ആ ഭാഗത്തേക്ക് സിദ്ധു നടക്കാൻ തുടങ്ങി. എടാ, നീ ഇതെങ്ങോട്ടാണ്? ആദി സിദ്ധുവിനെ പിടിച്ചു നിർത്തി ചോദിച്ചു. സിദ്ധു അടുത്തു കണ്ട മരത്തിലേക്ക് ചാഞ്ഞു നിന്നു. വേഗം എന്റെ പുറകെ വാടാ. നീ അപ്പോഴേ ചിരിച്ചു തള്ളിയതല്ലേ. നമുക്ക് പ്രേതത്തെ പിടിക്കണ്ടേ? ഇന്ന് ഞാൻ നിനക്ക് പ്രേതത്തെ കാണിച്ചു തന്നിട്ടേ പോകുന്നുള്ളൂ, സിദ്ധു പറഞ്ഞു. അവർക്ക് ചുറ്റും കാറ്റ് വീണ്ടും ആഞ്ഞു വീശി. ചെന്നായകൾ ദൂരെ എവിടെ നിന്നോ ഓരിയിട്ടു. അതവർക്ക് കേൾക്കുന്നുണ്ടായിരുന്നു. എടാ, അത് ഞാൻ വെറുതെ, ആദി പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സിദ്ധു നടന്നിരുന്നു. ആദി വേഗം അവന്റെ ബാഗ് എടുത്ത് സിദ്ധുവിനെ പിന്തുടർന്നു. നേരത്തെ ചിരിച്ചെങ്കിലും ആദിക്ക് ചെറുതായി ഭയം തോന്നി തുടങ്ങിയിരുന്നു. അവർക്ക് മുൻപിലായി ആ നിഴൽ അതുദ്ദേശിച്ചതുപോലെ അവരെ നടത്തിച്ചു. അവർ ഇരുവരും ചെറിയ ഒരു ഉൾക്കാട് കടന്ന് ഏതോ ഒരു ചെറിയ വഴിയിലൂടെ യന്ത്രം കാണിച്ച പോലെ കബനി നദിക്കരയിൽ എത്തിച്ചേർന്നു. ദേ ഇവിടെ ഈ ഭാഗത്തായി എന്തോ ഉണ്ടെന്നാണ് ഈ EMF മീറ്റർ പറയുന്നത്. അതിനർത്ഥം നമുക്കടുത്ത് തന്നെ അതുണ്ട്. ദേ, മീറ്റർ അതിന്റെ എക്സ്ട്രീമിലാണ് നിൽക്കുന്നത്, ഇടതുഭാഗത്തേക്ക് ചൂണ്ടി സിദ്ധു പറഞ്ഞു. നീ എന്താണ് സിദ്ധു പറയുന്നത്?
ഈ മെഷീനിൽ നിന്ന് ശബ്ദം വന്നാലൊക്കെ പ്രേതമാവോ? ആദി പേടിയും പരിഭ്രമവും മറച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. ആദി, ഒരു 2 മിനിറ്റ് നീ ഒന്നും മിണ്ടാതിരിക്കുവോ? ഞാൻ എന്റെ ജോലി ചെയ്യട്ടെ. എന്നെ ശല്യപ്പെടുത്തരുത്. നമ്മൾ പ്രേതത്തിന്റെ വളരെ അടുത്താണ്. നീ എന്നെ ഒന്ന് വിശ്വസിക്ക്. ഇന്ന് ഞാൻ അതിനെ പിടിക്കും. EMF മീറ്ററുമായി സിദ്ധു കബനി നദിയുടെ തീരത്തെത്തിയിരുന്നു. കബനി നദി ശാന്തമായ തിരമാലകളാൽ ഒഴുകുന്നു. നിലാവിന്റെ തെളിച്ചം ശാന്തമായി നദിയിലെ വെള്ളത്തിന് മുകളിൽ പതിക്കുന്നു. നദിയിൽ ചന്ദ്രന്റെ പ്രതിബിംബം കാണാം. അത് വളരെ ശോഭയോടെ പ്രകാശിക്കുന്നു. സിദ്ധു നദിയിലേക്ക് ആദ്യത്തെ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ EMF മീറ്റർ സ്വയമേ റിങ് ചെയ്യുന്നത് നിർത്തുന്നു. രണ്ടുപേരും പരസ്പരം അമ്പരന്ന് നോക്കി. സിഗ്നൽ നിൽക്കാൻ കാരണമെന്തെന്നോർത്ത് അവർ അതിശയപ്പെട്ടു. അത്രയും നേരം അവർക്ക് ചുറ്റും വീശിയടിച്ചിരുന്ന കാറ്റുപോലും നിശ്ചലമായി. അവർക്ക് ചുറ്റുമുള്ള അന്തരീക്ഷത്തിൽ പെട്ടെന്ന് ശാന്തതയുണ്ടായി. അത് കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത പോലെ തന്നെ.